നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റോഡ്രിക്ക് റയൽ മാഡ്രിഡിൽ ചേരാൻ താല്പര്യമുണ്ട്. റയൽ താരത്തിനായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് എൻക്വയറി നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടത്. പക്ഷേ ഈ റോഡ്രി വിഷയത്തിൽ തുടക്കത്തിലുണ്ടായിരുന്നൊരു വാർത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബാഴ്സലോണയ്ക്ക് റോഡ്രിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന്. ഇപ്പോൾ ആ കാര്യം വലിയ രൂപത്തിൽ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ എടുത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാഴ്സലോണ മൂവ് നടത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ റോഡ്രിക്ക് വേണ്ടി ഒരു എൽ ക്ലാസിക്കോ, ബാഴ്സയും റയലും റോഡ്രിക്ക് വേണ്ടി ഒരുമിച്ച് രംഗത്ത് എന്നുള്ള ഒരു അപൂർവമായിട്ടുള്ള പോരാട്ടമാണ് ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ വിൻഡോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ബാഴ്സലോണ ആർ ക്ലോസ്ലി സ്റ്റഡിയിങ് റോഡ്രി സിറ്റുവേഷൻ. ഇഫ് റോഡ്രി വാണ്ട്സ് ടു ജോയിൻ ദി ക്ലബ് വിൽ മേക്ക് ആൻ എഫേർട്ട് ടു സൈൻ ഹിം എന്നാണ് റിപ്പോർട്ട്. റോഡ്രിക്ക് താല്പര്യമുണ്ടെങ്കിൽ റോഡ്രിയുമായിട്ട് അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നു. സോ റോഡ്രി ലൈക്സ് ബാഴ്സലോണാസ് പ്രോജക്ട്സ് ബട്ട് റയൽ മാഡ്രിഡ് ആർ കറണ്ട് ഫേവറിറ്റ്സ് ടു സൈൻ ഹിം എന്നുകൂടി ഇതിൽ റിപ്പോർട്ടുണ്ട്. കഥേനസറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇൻ എനി കേസ് ബാഴ്സലോണ താരത്തിന് വേണ്ടി ഒരു വലിയ ഫൈനാൻഷ്യൽ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ എന്നുകൂടി അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ നിലവിൽ ഫ്രണ്ട് റണ്ണർ എന്തായാലും റയൽ മാഡ്രിഡ് തന്നെയാണ്. പക്ഷെ ബാഴ്സലോണയും രംഗത്തുണ്ട് റോഡ്രിക്ക് വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം റയൽ റോഡ്രിയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള റഷും നടത്തുന്നില്ല. അവർ കാമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ റോഡ്രി ഇപ്പോൾ ആ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമത്തിലാണ്. അദ്ദേഹം തിരികെ വരുമ്പോൾ അദ്ദേഹത്തിനായിട്ട് നീക്കങ്ങൾ നടത്താനുള്ള എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് റയൽ മാഡ്രിഡ്. പക്ഷേ സിറ്റി നിലവിൽ താരത്തെ വിൽക്കുന്നു എന്നങ്ങ് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റു വഴികൾ കൂടി തേടുന്നത് എന്ന് പറഞ്ഞാൽ മറ്റ് ക്ലബ്ബുകൾ കൂടി താരത്തിനായിട്ട് രംഗത്ത് വന്നാൽ സ്വാഭാവികമായിട്ടും ആ ഒരു എമൗണ്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. അതിനുള്ള നീക്കം സിറ്റിയുടെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇത് വലിയ രൂപത്തിൽ അഡ്വാൻസ് ചെയ്തിട്ടില്ല. എന്നാൽ രണ്ട് ടീമുകളും ബാഴ്സയും റയലും റോഡ്രിക്കായിട്ട് ഇൻട്രസ്റ്റഡ് ആണ്. നമുക്ക് കഥാനാസറിൻ്റെ റിപ്പോർട്ട് പറയുന്നു, ബാഴ്സ ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ റോഡ്രി ബട്ട് ദി പ്ലെയർ ഹാസ് നോട്ട് ഗിവൺ ദം ഹിസ് ഗ്രീൻ ലൈറ്റ് എന്നുള്ളതാണ്. സോ അതിൽ റയൽ മാഡ്രിഡ് ആർ ഹെഡ് എന്നുള്ളത് തന്നെ വളരെ വ്യക്തമാണ്. പക്ഷേ വളരെ കൃത്യമായിട്ട് നിലവിലൊരവസ്ഥയിൽ ബാഴ്സയും റയലും റോഡ്രിക്കായിട്ട് രംഗത്തുണ്ട് എന്ന് തന്നെ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.